ഹായ് ഗായ്സ്, ഫ്ലൈയിങ് ഫോക്സ് ബൈ എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ അൺബോക്സിംഗ് ഷോട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ആ സാധനത്തിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനം എന്ന് വെച്ചാൽ റിയൽമി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു സെൽഫി സ്റ്റിക്കാണ് വാങ്ങിച്ചത്. റിയൽമി എന്ന ബ്രാൻഡിൻ്റെ സെൽഫി സ്റ്റിക്കാണ് വാങ്ങിച്ചത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മമ്മൂശാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അൺബോക്സിംഗ് ആണ്. നമുക്ക് അൺബോക്സിങ് ചെയ്യാം. ഇതാണ് അതിൻ്റെ കവറ്. കൂടെ ഉണ്ടായിരുന്നത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് 60 സെന്റിമീറ്റർ വലിച്ചു നീക്കാവുന്ന സെൽഫി സ്റ്റിക്കാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ചെറിയൊരു ബ്ലൂടൂത്തിൻ്റെ റിമോട്ടും കിട്ടുന്നുണ്ട്. ഇത് 10 മീറ്റർ നീളത്തിൽ നമുക്ക് ഈ സ്വിച്ച് വർക്കാവുന്നതാണ്. അപ്പോൾ ആ സ്വിച്ചും കൂടെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ അലൂമിനിയം അലോയിയാണ്. പിന്നെ 30 ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വേറെ സെൽഫി സ്റ്റിക്ക് മാത്രമല്ല, ട്രിപ്പോർഡിങ് കൂടെയാണ്. നിങ്ങൾ കാണിച്ചു തരാം. ഇത് കാലിൽ നമുക്ക് റിയൽമി ഒരു ബാൾജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ട്രിപ്പോർഡും കൂടിയാണ്. നമ്മൾ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ നിർത്തി വീഡിയോ എടുക്കാനും എല്ലാം നമുക്ക് 90 ഡിഗ്രി കറക്റ്റ് വെച്ച് വീഡിയോ എടുക്കാനും സാധിക്കും. ഞാൻ തല തിരിച്ചാണ് വെച്ചത്. നമുക്കിതിനെ റിമോട്ടിൻ്റെ ആദ്യം സെറ്റ് ചെയ്യാനും പറ്റും. ആ രീതിയിലാണ് വരുന്നത്. നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും വീഡിയോ എടുക്കാം. അത് യൂട്യൂബറിന് പറ്റിയൊരു സാധനമാണ്. ആദ്യമായിട്ട് തുടങ്ങുന്ന യൂട്യൂബ് ചാനലുകൾക്ക് പറ്റിയ സാധനമാണ് ഇത്. അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. നമുക്ക് ട്രിപ്പോർഡ് നമുക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാനും എല്ലാ വീഡിയോ എടുക്കാനും പറ്റും. അങ്ങനത്തെ സാധനമാണ് ഇത്. ബെസ്റ്റ് സാധനമാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 2999 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ ഓഫർ ഉണ്ടാകുന്നത് 1299 നമുക്ക് സാധനം കിട്ടി. നല്ലൊരു അടിപൊളി ഗാഡ്ജറ്റാണിത്. വീഡിയോ ഷൂട്ട് ചെയ്യാനും ഉപയോഗിക്കാവുന്ന സാധനമാണ്. നമുക്ക് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ എടുക്കുകയാണ്. മൊബൈലായിട്ട് നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. നമുക്കിവിടെ ബ്ലൂടൂത്ത് ഓണാക്കേണ്ട ആവശ്യമുണ്ട്. ബ്ലൂടൂത്ത് ഓണാക്കിയതിന് ശേഷം നമ്മളിത് നേരത്തെ കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ബ്ലൂടൂത്തിലുണ്ട്. നമുക്ക് ആദ്യം ഇത് ഓണാക്കാം. ഓണാക്കിയപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ സ്റ്റിക്കിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതാണ് സ്റ്റിക്ക്. നമുക്ക് സ്റ്റിക്കിൽ വെച്ച് മൊബൈൽ സെറ്റ് ചെയ്യാം. സ്റ്റിക്കുകൾ സെറ്റ് ചെയ്യാം. ഇത്തിരി പാടത്ത് ടൈറ്റുള്ള സാധനമാണ്. നമ്മൾ സ്വിച്ച് സെറ്റ് ചെയ്ത് മൊബൈലിനെ കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്. സ്റ്റിക്കായിട്ട് കണക്ട് ചെയ്തു. നമുക്ക് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഓണാക്കിയാണ് ആദ്യം. ഏത് ഓണാക്കി മമ്മൂശ വിളിച്ചു വെച്ചിട്ട് പോയി. അതാണ്. അപ്പോൾ ആ സ്റ്റിക്കുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ആ കണക്ട് എന്ന് എഴുതി കാണിച്ചിരിക്കുകയാണ്. എന്നതിന് നമ്മൾ ക്യാമറ എടുക്കുകയാണ്. ക്യാമറ എടുത്തതിന് ശേഷം നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ തന്നെ ഒരു ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. അതായത് റിമോട്ട് ഞെക്കിയ തന്നെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ടുണ്ട്.
അതാണ് പ്രത്യേകത. ഫോട്ടോ വന്നിട്ടുണ്ട്. നമ്മൾ റിമോട്ട് ഞെക്കുമ്പോൾ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഏത് ആംഗിളിലാണെങ്കിലും തിരിക്കാം. മൊബൈൽ നമ്മൾ താഴ്ത്തി വെച്ചിട്ടാണ് തിരിക്കാൻ പറ്റാത്തത്. നമുക്കിതിന് ഏത് ആംഗിളിൽ വേണം വയ്ക്കാം, തല തിരിച്ച് എങ്ങനെയാണ് വയ്ക്കാം. അതാണ് ഇത് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മമ്മൂശേൻ്റെ ബർത്ത് കയറിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ സാധനം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ബായ് പറയാം. മമ്മൂശ ബായ് പറയുകയാണ്. ഇങ്ങോട്ട് നമുക്ക് പറയാം ബായ്. അത് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. മമ്മൂശേൻ്റെ ബർത്ത് കയറിയിട്ടുണ്ട്.